ഹലോ ഗൈസ്, RR44ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക് നോക്കാം. ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. നമ്മുടെ യൂണിവേഴ്സിലെ മറ്റ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഗാലക്സികളെയും നിരീക്ഷിക്കാനായി സ്പേസ് ഏജൻസികൾ ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ടെലിസ്കോപ്പുകൾ സ്പേസിൽ വെച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെ സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയതും ഏറ്റവും വിലയേറിയതുമായിട്ടുള്ള ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഇത് അമേരിക്കയുടെ നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസികളുടെ കൊളാബറേഷൻ ഫലമായിട്ടുണ്ടായ ടെലിസ്കോപ്പാണ്. ഇത് നിർമ്മിക്കാനായി ഏകദേശം $10 ബില്യൺ ചെലവ് വന്നിട്ടുണ്ട്, അഥവാ 88,000 കോടി രൂപ. 1996 മുതൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. 2016 ഇത് പൂർത്തിയായി. ഇതിന് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ 100 മടങ്ങ് പെർഫോമൻസ് മികവുണ്ട്. അതുപോലെ ഇത് ഹബിൾ സ്പേസിനെ പോലെ ഭൂമിയെ വലം വയ്ക്കുന്നുമില്ല, മറിച്ച് ഇത് സൂര്യനെ വലം വയ്ക്കുന്നു. ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള രണ്ടാമത്തെ ലഗ്രാഞ്ചെ പോയിന്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡിസംബർ 25, 2021 ഏരിയൻ 5 ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഇത് ലോഞ്ച് ചെയ്തു. ജാനുവരി 24, 2022 L2 പോയിന്റിലെത്തി. 12 ജൂലൈ 2022 പ്രവർത്തനം തുടങ്ങി. ഇതൊരു ഇൻഫ്രാറെഡ് ഒബ്സർവേറ്ററിയാണ്. പ്ലാൻ ചെയ്തിരിക്കുന്ന മിഷൻ ലൈഫ് 10 വർഷമാണ്, എന്നാൽ 20 വർഷം പ്രതീക്ഷിക്കുന്നുമുണ്ട്. 3 ഫ്ലോർ ഉള്ള ബിൽഡിങ്ങിൻ്റെ വലിപ്പമുണ്ട് ഈ ടെലിസ്കോപ്പിന്. വെബിന് 13.5 ബില്യൺ വർഷം ട്രാവൽ ചെയ്യുന്ന ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഈ പ്രപഞ്ചമുണ്ടായ സമയം മുതൽ ഈ അടുത്ത് നമ്മുടെ സൗരയൂഥത്തിൽ വന്ന 3A എയർലെസിൻ്റെ ചിത്രങ്ങൾ വെബ് എടുത്തിരുന്നു. അതുപോലെ മറ്റനേകം നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. പുതിയ ടോപ്പിക്കായി വീണ്ടും കാണാം. സബ്സ്ക്രൈബും ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ.